മാതാ അമൃതാനന്ദമയി ദേവിയെ കെട്ടിപ്പിടിച്ചാൽ ഈഡിപ്പസ് കോംപ്ലക്സ് അകന്നു പോകും. ഒരു CPM നേതാവ് ചാനൽ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞതാണ്. എത്ര മോശമായ ഒരു പദപ്രയോഗമാണെന്ന രീതിയിൽ വലിയ ചർച്ച ഉയരുന്നുണ്ട്. സാറിന് എങ്ങനെയാണ് തോന്നുന്നത്? വൃത്തികേടും അശ്ലീലവുമാണ്. ഇത് ഡോക്ടർ B. ജയരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു വക്താവ് ചാനലുകളിലൊക്കെ വരാറുണ്ട്. ആളെന്താ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇപ്പോൾ CPMൻ്റെ വക്താക്കളൊക്കെ ആയിട്ട് വരുന്നവരുടെ പശ്ചാത്തലമൊന്നും അറിഞ്ഞുകൂടാ. എന്തെങ്കിലും വിഷയത്തിൽ PhD ഒക്കെ കാണും അല്ലേ? അതെ. അങ്ങനെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ സജി ചെറിയാൻ പോയി അവരെ ആദരിച്ചു. അതെ. CPM ഇപ്പോൾ ഒരു ഹിന്ദുത്വ ലൈനിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മാതാ അമൃതാനന്ദമയെ പോയി ആദരിച്ചു. അങ്ങനെ ആദരിച്ചതിൽ CPMൻ്റെ പല നേതാക്കൾക്കും അണികൾക്കും ഇഷ്ടക്കേടുണ്ട്, അതൃപ്തിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇയാള് ബ്രിട്ടാസ് തന്നെ മാതാ അമൃതാനന്ദമയെ പറ്റി ഒരു അശ്ലീല ഗ്രന്ഥം എഴുതിയിട്ടുണ്ടല്ലോ, വിദേശത്ത് ഒരു സ്ത്രീയുടെ കൂടെയൊക്കെ എന്തോ ഒരു ട്രക്ക് ബിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ പുസ്തകം പിൻവലിച്ചിട്ടുണ്ടോ? പിൻവലിച്ചിട്ടില്ല. ഇല്ലല്ലോ. ആ പുസ്തകം പിൻവലിക്കാനായിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ട് വേണ്ടേ? ഒരു MP അല്ലേ ഇപ്പോ അങ്ങേരെ. അപ്പൊ ആ അശ്ലീലകൃതി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇരട്ടത്താപ്പാണല്ലോ. അപ്പൊ ഇത് ഈ ജനം TV-യുടെ ചർച്ചയിൽ അനിൽ നമ്പ്യാർ നടത്തുന്ന ചർച്ച, അതിലാണ് മാതാ അമൃതാനന്ദമയി കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലരുടെയും ഈഡിപ്പസ് കോംപ്ലക്സ് കുറഞ്ഞു വരും എന്ന് അയാൾ അഭിപ്രായപ്പെട്ടത്. ഇത് പിന്നീട് ഒരാൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. ഏത് പഠനം? അയാളൊരു പഠനം എടുത്തുകൊണ്ട് വരട്ടെ. ഏത് പഠനം? എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ്? ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അമ്മയോട് തോന്നുന്ന ലൈംഗികാഭിനിവേശം. ഇതാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. അതായത് സോഫോക്ലിസ് എന്ന് പറഞ്ഞ യേശുവിനൊക്കെ മുമ്പുണ്ടായിരുന്ന ഗ്രീസിലെ നാടകകൃത്ത്, ദുരന്ത നാടകങ്ങളുടെ ഒരു ചക്രവർത്തി, സൃഷ്ടാവെന്നൊന്നും പറഞ്ഞാൽ പോരാ. സോഫോക്ലിസിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നും ഒരു മാസ്റ്റർ ആയിട്ടാണ് കരുതുന്നത്. ദുരന്ത നാടകങ്ങളിൽ സോഫോക്ലിസ് അത് എഴുതിയ അവൈലബിളായ സകല നാടകങ്ങളും ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. ഞെട്ടിപ്പോയിട്ടുണ്ട് ഈ ഈഡിപ്പസ് നാടകം വായിച്ചിട്ട്. കാരണം അച്ഛനെ കൊല്ലുന്നു. അച്ഛനെ കൊന്നിട്ട് ലേയസ് എന്നാണ് അച്ഛൻ്റെ പേര്. അത് ഈ അവിടെ ഈ പ്രവാചകന്മാരുണ്ടല്ലോ, നമ്മുടെ ഈ വെളിച്ചപ്പാട് പോലെ, ഡൽഹിയിലെ ഓറക്കിൾ എന്ന് പറയും, ഡൽഹിയിലെ വെളിച്ചപ്പാട്, ഈ പ്രവചിക്കും ഇനി ഇങ്ങനെ നടക്കും എന്നൊക്കെ ഉള്ളത്. അത് ഈഡിപ്പസിനോടും പറഞ്ഞിട്ടുണ്ട്. നീ നിൻ്റെ അച്ഛനെ കൊല്ലും, നീ നിൻ്റെ അമ്മയെ വിവാഹം ചെയ്യുകയും റാണിയായി കൊണ്ടു നടക്കുന്നൊക്കെ ഉള്ളത്. അതുപോലെ സംഭവിക്കുകയാണ്. ഈ അന്ധനായ വെളിച്ചപ്പാടാണ് ഈ ഒറക്കിൾ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഭയങ്കരമാണ് ആ കഥാപാത്രങ്ങളൊക്കെ. അപ്പോൾ ഇയാൾ എന്നിട്ട് ലേയസ് എന്ന് പറഞ്ഞ അച്ഛനെ കൊല്ലുന്നു, ജക്കോസ്റ്റ എന്ന് പറഞ്ഞ അമ്മയെ, ജൊക്കാസ്റ്റ എന്ന് പറഞ്ഞ അമ്മയെ വിവാഹം ചെയ്യുന്നു. ഭാര്യയും ഭർത്താവും എങ്ങനെയാണോ അങ്ങനെ തന്നെ അമ്മയെ ജീവിക്കുന്നു. അവസാനം ഇതെല്ലാം കൂടി ഒരു നാടകത്തിലല്ല, 3 നാടകമുണ്ട്. അവസാനം ഇയാളിങ്ങനെ എല്ലാം തകർന്ന് കണ്ണുമൊക്കെ പൊട്ടിപ്പിച്ചക്കാരനായിട്ട്, അതായത് ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം വലിയ പൊസിഷനിലിരിക്കുകയാണ്, പിന്നെ താഴേക്ക് വരുന്നതാണ് ഈ ട്രാജഡി എന്ന് പറയുന്നത്. ഇത് ഈഡിപ്പസ് എന്ന് പറഞ്ഞ നാടകം. അത് കഴിഞ്ഞ് ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്നത്, ഈഡിപ്പസ് അറ്റ് കൊളോൺ എന്ന് പറയുന്ന ഒരു നാടകം. ആൻറ്റിഗണി എന്ന് പറഞ്ഞിട്ടൊരു നാടകം. ആൻറ്റിഗണി എന്ന് പറയുന്നത് ഈഡിപ്പസിൻ്റെ മകളാണ്. ഇങ്ങനെ നാടകത്രയം ആണത്, 3 നാടകങ്ങൾ. അപ്പോൾ ഇതിൽ ഈ ഈഡിപ്പസ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് എവിടെയാണ്? സ്വന്തം അമ്മയെ മകനായ ഈഡിപ്പസ് വിവാഹം ചെയ്ത് ശാരീരിക ബന്ധത്തിലുമൊക്കെ ഏർപ്പെടുന്ന ആ ഭാഗമാണല്ലോ ഈഡിപ്പസ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ ഫ്രോയിഡ് മനഃശാസ്ത്രത്തിലേക്ക് എടുക്കുമ്പോൾ ഫ്രോയിഡ് പറയുന്നത് അമ്മയോട് കുഞ്ഞിനുള്ള അബോധാത്മകമായ അഭിനിവേശം എന്ന് പറയുന്നുണ്ട്. അത് അസൂയയും ആകാം എന്ന് പറയുന്നുണ്ട്. ഇത് 3 മുതൽ 6 വയസ്സ് വരെ ആണ് കുഞ്ഞിന് എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്നു.
പിന്നെ തിരിച്ചറിയുമ്പോൾ ഇത് അമ്മയാണ് ഇത് അച്ഛനാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛനുമായിട്ട് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുഞ്ഞ് ഈ അമ്മയോടുള്ള അഭിനിവേശം പരിഹരിക്കുന്നു എന്നൊക്കെയാണ് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ പറയുന്നത്. ആ തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ ഈ അഭിനിവേശം അമ്മയോടുള്ളത് പോകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈഡിപ്പസ് അറിയാതെയാണ് അച്ഛനെ കൊല്ലുന്നത്, അമ്മയാണെന്ന് അറിയാതെ തന്നെയാണ് അമ്മയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ കുട്ടി അച്ഛനുമായി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇത് പോവും എന്നാണ്. അതുപോലെ തന്നെ പെണ്ണിനോട് തോന്നുന്ന അഭിനിവേശം അതിന് ഇലക്ട്ര കോംപ്ലക്സ് എന്നും പറയും. ഇലക്ട്ര എന്ന് പറഞ്ഞ് വേറൊരു നാടകമുണ്ട്. ആ കാലത്ത് പിന്നെ അരിസ്റ്റോഫനീസ് എന്ന് പറഞ്ഞ് ഹാസ്യമൊക്കെ എഴുതിയിരുന്ന നാടകകൃത്ത് ഉണ്ട്. ഇവരൊക്കെ വലിയ മാസ്റ്റേഴ്സായ ആളുകളാണ്. ഇതിന് എത്തീനിയൻ ട്രാജഡി എന്നാണ് പറയുന്നത്, എത്തീനിയൻ ദുരന്തം. ഈ 429 BCE ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നതാണ്. ആ കാലത്ത് എഴുതിയ നാടകമാണ്. അരിസ്റ്റോട്ടിലിൻ്റെ പൊയറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിമർശ ഗ്രന്ഥത്തിൽ ഈ നാടകത്തിനെ പറ്റി പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിലും പണ്ടല്ലേ ജീവിച്ചിരുന്ന, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ ഒക്കെ. അപ്പോൾ തീബ്സ് എന്ന് പറഞ്ഞ രാജ്യത്തെ രാജാവാണ് ഇയാൾ, ഈഡിപ്പസ്. അച്ഛനും അയാളുടെ അച്ഛൻ ലേയസും ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈഡിപ്പസിൻ്റെ ജീവിതകഥയായിട്ട് വെച്ച് നോക്കുമ്പോൾ അമ്മയോടുള്ള ലൈംഗിക അഭിലാഷം ആണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ CPM വക്താവ് പറയുന്നത് മാതാ അമൃതാനന്ദമയി പുരുഷന്മാരെ കെട്ടിപ്പിടിക്കുമ്പോൾ പുരുഷന്മാർക്ക് അല്ലേ അതെ ലൈംഗിക അഭിനിവേശം കുറഞ്ഞു വരുന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ലൈംഗിക അഭിനിവേശവുമായി ബന്ധപ്പെട്ടതാണ് അമ്മയുടെ ആശ്ലേഷം എന്നാണല്ലോ പറയുന്നത്. അതെ. ഉടനെ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, അമ്മ പുരുഷന്മാരെ മാത്രമാണോ ആശ്ലേഷിക്കുന്നത്? അല്ല. അപ്പോൾ സ്ത്രീകളെ ആശ്ലേഷിക്കുന്നില്ലേ? കുട്ടികളെ ഉണ്ട്. അല്ല, സ്ത്രീകളെ ആശ്ലേഷിക്കുമ്പോൾ അത് ലെസ്ബിയനിസമാണ് അല്ലേ? അതെ. അവരെല്ലാവരെയും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ സാർവലൗകിക സ്നേഹം, പ്രാപഞ്ചിക സ്നേഹം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ മാതാമൃതാനന്ദമയെ ആദരിക്കാം. കാരണം മുസ്ലിം പ്രീണനം CPMനെ സംബന്ധിച്ചിടത്തോളം പുലിവാലാണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രയോജനം ഉണ്ടായില്ല. മുസ്ലിങ്ങൾ മുഴുവൻ UDFൻ്റെ കൂടെ നിന്നു. ഒറ്റ സീറ്റ് അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് അയ്യപ്പൻ പിന്നെ ചീത്ത പറയാൻ പോയിട്ട് മുഴുവൻ പോയ പോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറ്റി. അത് കഴിഞ്ഞിട്ട് ഇത് മുമ്പ് EMS എപ്പോഴും ഇതൊരു ഹിന്ദു പാർട്ടി ആയിട്ടാണല്ലോ കൊണ്ടു നടന്നത്. എപ്പോഴും ഈ ഹിന്ദു സാധനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇസ്ലാമിലെ ആളുകളെയൊക്കെ സേട്ടുവിനെയും PDPയെയും മദനെയും ഒക്കെ ചേർത്തിട്ട് ഒക്കെ ജിന്ന എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ അകറ്റി എപ്പോഴും ഹിന്ദു പാർട്ടി പഴയ മറ്റേ ഷാബാനു കേസ് വന്നപ്പോൾ ആ സമയത്ത് അഖിലേന്ത്യാ ലീഗ് LDFലുണ്ട്. അഖിലേന്ത്യാ ലീഗിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഈ ഷാബാനു കേസ് ഉപയോഗിച്ചു EMS. അഖിലേന്ത്യാ ലീഗ് പുറത്തു പോകണം എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ അതും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഹിന്ദു കൺസോൾട്ടേഷൻ CPMൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ ആ തന്ത്രത്തിലേക്ക് പോകുമ്പോൾ ഉള്ള പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃതാനന്ദമ്മയുടെ ആശ്രമത്തിൽ പോയി, സജി ചെറിയാൻ പോയി. ഇരട്ടത്താപ്പാണ്, സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല. അത് ഞങ്ങൾക്ക് തെറ്റുപറ്റി, അമ്മയെ മനസ്സിലാക്കാൻ തെറ്റുപറ്റി എന്ന് ഗോവിന്ദൻ പറഞ്ഞു. അമ്മയെപ്പറ്റി പല വൃത്തികേടുകളും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ബ്രിട്ടാസ് മറ്റേ സ്ത്രീയെ ഇല്ലേ ഇന്റർവ്യൂ ചെയ്താണ്, വിദേശത്തൊക്കെ പോയി തന്നെ ഒക്കെ ഇന്റർവ്യൂ ചെയ്താണ്. പിന്നെ ആ സ്ത്രീയുടെ കൂടെ തന്നെ പുസ്തകവും എഴുതി. ആ പുസ്തകം മലയാളത്തിലും ഉണ്ട്. ഇന്റർവ്യൂവും സംപ്രേഷണം ചെയ്തു. അമ്മയെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് കാണുന്നു എന്നാണല്ലോ അർത്ഥം CPM. അങ്ങനെ അമ്മയുടെ അടുത്ത് പോയി മൃദു ഹിന്ദുത്വ, മോഹൻ ഭാഗവതൊക്കെ പോകുന്ന ആശ്രമമാണ് വള്ളിക്കാവിലെ. ഞാൻ ആശ്രമത്തിൽ ഒരിക്കൽ പോകുമ്പോൾ മറ്റേ മോഹൻ ഭാഗവതും അവിടെ ഉണ്ടായിരുന്നു, O രാജഗോപാലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ മറ്റേ സമയത്ത് ഇങ്ങനെ ഇത് സംഘപരിവാറിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ആണ് അറിയപ്പെടുന്നത്. ഇത് മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പം എന്തു പറ്റി?
സജി ചെറിയാൻ പോയ ശേഷവും സർക്കാർ ആദരിച്ച ശേഷവും ചാനലുകളിൽ വന്നിരുന്ന CPM വക്താവ് പറയുന്നത് അമ്മയെ ഇല്ലേ മോശമായിട്ട് പുരുഷന്മാരുടെ ലൈംഗികാഭിനിവേശവുമായിട്ട് കൂട്ടി ചേർത്തിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞിട്ട് സജി ചെറിയാൻ പോയി, പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്ന് സജി ചെറിയാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുകയുണ്ടായി, ആ ആശ്രമത്തിൽ വെച്ച് തന്നെ. അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞിട്ട് അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തി, അമൃതാനന്ദമയുടെ അടുത്ത് സാംസ്കാരിക മന്ത്രിയെ അയച്ചു. ഇത് പാർട്ടിയിലെ ഭൂരിപക്ഷത്തിനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല ഈ പരാമർശത്തിൻ്റെ അർത്ഥം. അങ്ങനെയാണ്. എന്തായാലും അമ്മയെ ഈ വീണ്ടും ഈ അശ്ലീലം പറഞ്ഞ് ആക്രമിച്ചത് ശരിയായില്ല. ഇതിന് പാർട്ടി അനുഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.